റോയിച്ച വേണ്ട റോയിച്ച, എന്നാത്തിനാ വെറുതെ തല്ലിനും വഴക്കിനൊക്കെ പോവാൻ നിൽക്കുന്നേ? വേണ്ട, നമുക്ക് തിരിച്ചു പോവാന്നേ. മിണ്ടാതെ മുമ്പോട്ട് നടക്ക് കൊച്ചുറാണി. മേലെ നിന്റെ നേരെ അവന്റെ കൈ പൊങ്ങാൻ പാടില്ല. റോയി ജീവനോടുണ്ടെങ്കിൽ അവന് സമ്മതിക്കില്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് റോയിച്ച. മിണ്ടാതെ നടക്കാനല്ലേ പറഞ്ഞേ? ഇല്ല, ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ മേൽ റോയിച്ചിരിപ്പ ഞാൻ കൂടത്തില്ല. തിരിച്ചു പോവാന്നല്ലേ പറയുന്നേ? നീ കൂടിയാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല. എന്നാലും നെറുവേട് കാട്ടുന്നവരെ റോയി വിടത്തില്ല. പേടിയുണ്ടെങ്കിൽ നീ തിരിച്ചു വെക്കോ. ഇച്ചായ, എനിക്കൊരു മാങ്ങ പറിച്ചു തരൂ. എന്നാ വേണടാ നിനക്ക്? നിന്ന് കണ്ണുപിടിക്കാതെ മുമ്പിൽ നിന്ന് മാറടാ. പലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഗിൽബർട്ടെ, കൊച്ചുറാണിയുടെ നേരെ നിന്റെ കള്ളക്കളി വിട്ട് ചെന്നേക്കരുതെന്ന്. ഇന്നും പള്ളിക്കൂടത്ത് വെച്ച് അവളുടെ നേർക്ക് നിന്റെ കൈ പൊങ്ങിയല്ലേടാ? റോയിച്ച വേണ്ട, ഗിൽബർട്ടിനെ വീട് റോയിച്ച. ഇവളോടുള്ള കണക്ക് ചോദിച്ചു വരാൻ ആരാടാ നീ? ഇവൾക്ക് ആരോരും ഇല്ലാത്ത അനാഥ ചെറുക്കന് കൂട്ടാവാൻ ഞാൻ ഇവളെ സമ്മതിക്കില്ലടാ. നിന്നെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലടാ. മേലി വാക്കായിട്ടോ നോക്കായിട്ടോ നീ ഇവളെ ഉപദ്രവിക്കാൻ വന്നാലുണ്ടല്ലോ, കൊന്നോളെ, ഓർത്തോ. വേണ്ട, മേലി ഞാൻ റോയിച്ചിരിപ്പ കൂടത്തില്ല. ആ ഗിൽബർട്ടിനോട് തല്ലുകൂടാൻ പോണ്ടെന്ന് 100 വട്ടം പറഞ്ഞതല്ലേ ഞാൻ? കേട്ടില്ലല്ലോ. ഇനി കൂട്ടുകൂടാൻ ഞാൻ ഇല്ല. വേണ്ട, കൂടണ്ട. അല്ലെങ്കിലും എനിക്കറിയാം കൊച്ചുറാണി, നിന്റെ അപ്പച്ചനെയും അമ്മച്ചയും പോലെ നിനക്കും എന്നോട് വെറുപ്പാ. ആർക്കും എന്നോടൊരു സ്നേഹവും ഇല്ല. പെറ്റു വഴിയരികത്ത് ഉപേക്ഷിച്ചിട്ട് പോയ അനാഥ ചെക്കനെ ആർക്കാ ഇഷ്ടമുണ്ടാവുക? കൂടണ്ട, പൊയ്ക്കോ. പറയുന്നത് മനസ്സിലാക്കാതെ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ റോയിച്ച. മറ്റുള്ളവർക്ക് റോയിച്ചനോട് ഇഷ്ടമില്ലാത്തത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കുവടി ഉണ്ടാക്കുന്ന സ്വഭാവം കൊണ്ടാ, അല്ലാതെ. നിർത്തിക്കോ. ഈ ഗിൽബർട്ടും പണക്കാരനായ അവന്റെ അപ്പച്ചനും കാരണം പള്ളിക്കൂടത്തിന്ന് എന്നെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് എന്നോട് കൂട്ടാണെന്ന പേരും പറഞ്ഞ് പള്ളിക്കൂടത്തിൽ നിന്നെ അവൻ എപ്പോഴും ഉപദ്രവിക്കാൻ വന്ന അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണം? അതിന് എന്നെ കൊണ്ട് ഒക്കത്തില്ല. നെറുവേട് കാട്ടുന്ന ആരായിരുന്നാലും റോയി പിടിച്ചു നിർത്തി എന്നെ ചോദിക്കും, പ്രത്യേകിച്ച് നിന്റെ കാര്യത്തില്. പൊയ്ക്കോ. കൂട്ടുകൂടാൻ ഇഷ്ടമല്ലെന്നാണ് റോയിയെ തിരക്ക് മേലെ വന്നേക്കരുത്. റോയിച്ച, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. എല്ലാരും എതിര് പറഞ്ഞിട്ടും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ കൂട്ടുകൂടാൻ വരുന്നത്. ആ പാവ അമ്മാമ്മയ്ക്ക് റോയിച്ചനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ദേഷ്യം പിടിക്കുന്ന ഈ സ്വഭാവം മാറിക്കിട്ടാൻ മാതാവിന്റെ നടക്കില് അമ്മാമ്മ എത്ര തിരികെ കത്തിച്ചിട്ടുള്ളത്. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ദാ ആ കുരിശടിയില നമ്മുടെ കരയിലെ ആളുകള് തെറ്റുകൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാൻ എത്തുന്നത്. എന്നോട് സ്നേഹമാണെങ്കിൽ കുരിശടിയിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്ക്, മേലെ തെറ്റൊന്നും ചെയ്യത്തില്ലെന്ന്. അത് നീ തന്നെ അങ്ങ് ചെയ്തോണ്ടാ മതി. ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്താൽ തന്നെ മുട്ടുമടക്കാനും പ്രാർത്ഥിക്കാനും നിൽക്കത്തുമില്ല. എങ്കിൽ വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം റോയിച്ചിന് വേണ്ടിയിട്ട്. എന്നെങ്കിലും ഒരിക്കൽ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടോളൂ. ക്ഷമയും സഹനവും ഞങ്ങളെ പഠിപ്പിച്ചു എന്ന കർത്താവ് ഈശോമിശിഹായെ, ഭൂലോക രക്ഷകനായ പുത്രൻ തമ്പുരാനെ, അറിവില്ലായ്മ കൊണ്ടും ആലോചനക്കുറവ് കൊണ്ടും പറ്റിപ്പോകുന്ന തെറ്റുകളിൽ നിന്നും ഞങ്ങളുടെ റോയിച്ചിനെ നീ കാത്തുകൊള്ളണമേ. സമാധാനത്തിന്റെ പാലകനായ ക്രിസ്തുനാഥ, ഇനിയും മാനസാന്തരം വരാത്ത അങ്ങയുടെ ഈ മകനെ വെളിച്ചത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണമേ. ആമേൻ.